നമസ്കാരം. മധ്യ ലണ്ടനിലെ പ്രശസ്തമായ കോവന്റ് ഗാർഡന് സമീപം 4 പേർക്ക് കുത്തേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 47 വയസ്സുള്ള ഒരു സ്ത്രീയെ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:27ഓടെ എൻഡേൽ സ്ട്രീറ്റിലാണ് നാടകീയമായ ഈ സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. ആക്രമണത്തിൽ 34, 39, 42, 52 വയസ്സുള്ള 4 പുരുഷന്മാർക്കാണ് പരിക്ക് പറ്റിയത്. സംഭവസ്ഥലത്തെത്തിയ ലണ്ടൻ ആംബുലൻസ് സർവീസ് സംഘം പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പരിക്കേറ്റവരെ ഉടൻ തന്നെ ട്രോമ കെയർ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു. മാരകായുധം കൈവശം വച്ചതിനും ആക്രമണം നടത്തിയതിനുമാണ് സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു കത്രിക സംഭവ സ്ഥലത്തു നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിലും സംഭവത്തിന് പിന്നിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളാകാമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. മേഖലയിൽ കനത്ത സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശവാസികളും വ്യാപാരികളും നൽകുന്ന വിവരമനുസരിച്ച് അറസ്റ്റിലായ സ്ത്രീ പ്രദേശത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വീടില്ലാത്ത ഒരു വ്യക്തിയാണ്. സമീപത്തുള്ള പള്ളിയിലും മറ്റും ഇവർ എത്താറുണ്ടായിരുന്നു. തെരുവിലൂടെ നടന്നു പോവുകയായിരുന്ന അപരിചിതരായ ആളുകളെ ഇവർ യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. ആളുകൾ ഭയന്നോടിയെങ്കിലും 4 പേർക്ക് കുത്തേറ്റു. കത്തിയല്ല, മറിച്ച് ഒരു കത്രിക ഉപയോഗിച്ചാണ് ഇവർ ആളുകളെ ആക്രമിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്ന് പോലീസ് കത്രിക കണ്ടെടുത്തിട്ടുണ്ട്. സംഭവം നടന്ന ഉടൻ തന്നെ ലണ്ടൻ ആംബുലൻസ് സർവീസിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമും ലണ്ടൻ എയർ ആംബുലൻസും സ്ഥലത്തെത്തി. പരിക്കേറ്റ 34, 39, 42, 52 വയസ്സുള്ള 4 പുരുഷന്മാരെയും റോഡ് മാർഗം അടിയന്തര പ്രാധാന്യത്തോടെ മേജർ ട്രോമ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സംഭവം നടന്ന ഉടൻ തന്നെ മെട്രോപൊളിറ്റൻ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നിലവിലെ അന്വേഷണ പുരോഗതി നടക്കുകയാണ്. ഈ ആക്രമണം ഭീകരാക്രമണമല്ലെന്നും പ്രതിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നുമാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. എന്തായാലും സുരക്ഷ മുൻനിർത്തി എൻഡേൽ സ്ട്രീറ്റും പരിസര പ്രദേശങ്ങളും പോലീസ് വലയത്തിലാണ്. അതേസമയം ഇത് പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ പകവെച്ചുള്ള ഒരു പെരുമാറ്റമല്ല എന്നും പറയുന്നുണ്ട്. ഈ സ്ത്രീയുടെ കൂടുതൽ വിശദ വിവരങ്ങളെപ്പറ്റി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സ്ത്രീക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഇവരിത് ചെയ്തത് എന്ന കാര്യത്തിലും കൂടുതൽ അന്വേഷണം വേണ്ടിവരും. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണെന്നാണ് ഒടുവിൽ പോലീസ് നൽകുന്ന വിവരം.